എങ്ങനെ പോയാലും ബ്ലാക്ക് ഔട്ട്ഫിറ്റിൽ ലാസ്റ്റിനെത്തും. കൊടിയില്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. 2 ദിവസം മഴ പെയ്തതിൻ്റെ ആ ക്ഷീണം മുഴുവൻ ഇന്നത്തെ വെയിൽ തീർത്തിട്ടുണ്ട്. മാനൊക്കെ രാവിലെ തന്നെ തെരഞ്ഞിട്ടുണ്ട്. അച്ഛനേരം ഉണ്ടാവുന്നാവും, പക്ഷെ വെയിൽ നല്ല തെരഞ്ഞ കിടക്കും. അങ്ങനെ മാക്സിൽ കുറച്ച് നേരം വട്ടം കറങ്ങി കിടന്നു. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ 2 ഡ്രസ്സ് എനിക്ക് കിട്ടി. പക്ഷേ എൻ്റെ ദാരിദ്ര്യം മാടി വിളിച്ചു, അതുകൊണ്ട് അത് എടുത്തില്ല. അവിടെ നിന്ന് കിട്ടാണ്ടായി ഞങ്ങൾ അങ്കമാലിക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അതിന് വേണ്ടി സീമാസിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അവിടെയൊന്നും കിട്ടില്ല. നിരാശയുടെ പിരിയാർ കണ്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി സൈഡ് സീറ്റ് നോക്കി ഫ്രണ്ടിൽ പോയി ഇടുമ്പോൾ ഞാൻ അനുഭവിച്ചത് നട്ടാപ്പറയില്ല. അങ്ങനെ നിരശക്ത കടച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ സമാധാനമായി പാട്ടം കെട്ടി. അങ്ങനെ ഞങ്ങൾ അങ്കമാലി എത്തി. ഔട്ടിങ്ങിൽ നിന്നകം എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിലായി പോയി. പിന്നെ അവിടെ മുഴുവൻ നിരത്തിയിട്ട് സകല ഡ്രസ്സുകളും ഞങ്ങൾ വലിച്ചു വാരി നോക്കി. പക്ഷേ അവിടെ ഒന്നും കിട്ടിയില്ല. അവസാനം അവർക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ 2 മെറ്റീരിയൽ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ആ പോക്കോടുകൂടി എൻ്റെ പകുതി പണിക്കുറ്റം കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് വെളിച്ചെണ്ണ കിട്ടി മുഖത്തെ എല്ലാം കഴിക്കളഞ്ഞപ്പോഴത്തേക്കും കിട്ടിയൊരു ആശ്വാസം. പക്ഷേ എന്താ രണ്ടായിട്ട് നല്ലോണം അരച്ചരച്ച് കഴിഞ്ഞാൽ ഈ മസ്കാര പോളൂന്നേ. ഇവിടെ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണ അമ്മ എടുത്ത് കളഞ്ഞിട്ടാണ്. നാൽപ്പാമരാതി തൈലമിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് മുഖമൊക്കെ കഴുകാം. രാവിലെ എന്തെങ്കിലും തിന്നിട്ട് പോയതാണ്. ഉച്ചയ്ക്ക് ബിരിയാണി തിന്നണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ ദാരിദ്ര്യത്തെ മാടിമാടി വിളിച്ചു. ഇതാണ് ആ മെറ്റീരിയൽ ഞങ്ങൾ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പുട്ടും മീൻചാറും കഴിച്ച് അത്ര ഉള്ളൂ ഇന്നത്തെ ദിവസം. ബൈ.